അകലെ തളിരിട്ടു നിൽക്കുന്ന ഒരു അത്തിമരം കണ്ട് അതിലെന്തെങ്കിലും ഉണ്ടാകാം എന്ന് വിചാരിച്ച് യേശു അടുത്തു ചെന്നപ്പോൾ ഇലകളല്ലാതെ മറ്റൊന്നും അതിൽ കണ്ടില്ല. ഇനി ആരും നിന്നിൽ നിന്നും പഴം തിന്നാതിരിക്കട്ടെ എന്ന് യേശു പറയുന്നു. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലെ ഒരു സംഭവമാണിത്. വചനം ശ്രവിച്ച് വചനത്തോടൊപ്പം യാത്ര ചെയ്യുന്ന വചനയാത്രയിലെ പ്രിയ ശ്രോതാക്കളെ, നമ്മുടെ കർത്താവ് ശാന്തശീലനാണ് അല്ലേ, വിനീത ഹൃദയനാണ്. പിന്നെ എന്തിനാണ് യേശു ഇങ്ങനെയുള്ള വാക്ക് ഉപയോഗിച്ചത്? ഇത് ശിഷ്യന്മാർക്കുള്ള ഒരു പാഠമാണ്. ശിഷ്യരെന്ന് പറഞ്ഞാൽ അതിൽ നമ്മളും പെടും. നമ്മൾ ഓരോരുത്തരും വഴിയരികിലെ വൃക്ഷങ്ങളെ പോലെയാണ് എന്ന് യേശു നമ്മെ പഠിപ്പിക്കുന്നു. ചിലർ ഫലം തേടി നമ്മുടെ അടുത്ത് വരും. അപ്പോൾ ഇത് സീസണല്ല, എനിക്ക് സമയമില്ല, എന്നെ ശല്യപ്പെടുത്തരുത്, എന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെയുള്ള പല എക്സ്ക്യൂസുകൾ കാണിച്ച് ഒഴിഞ്ഞു മാറരുത് എന്ന് യേശു നമ്മളോട് പറയുകയാണ്. നിന്റെ അടുക്കിലേക്ക് വരുന്നവർക്ക് നീ പ്രതീക്ഷ നൽകുന്നവനാകണം, നീ പ്രതീക്ഷ നൽകുന്നവളായി മാറണം. വിശക്കുന്നവരായിട്ട്, സ്നേഹത്തിനായിട്ട്, പ്രോത്സാഹനത്തിനായിട്ട്, സഹായത്തിനായിട്ട്, പ്രാർത്ഥനയ്ക്കായിട്ട് പലരും നിന്റെ അടുക്കിലേക്ക് വരും. സോ നീ ഉള്ളിൽ ഫലം കരുതി വച്ചിരിക്കണം. നിന്റെ ജീവിത വഴിയിൽ വരുന്നവർക്ക് അത് നീ നൽകണം. ഒത്തിരി ഇലകളുള്ള അത്തിവൃക്ഷമാണ് എന്ന് പറഞ്ഞ് നിന്നിട്ട് കാര്യമില്ല. അരികിൽ വരുന്നവർക്ക് ഫലം നൽകാൻ നിനക്ക് സാധിക്കണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഇന്നത്തെ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗം, മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുന്നു, അവർ രാവിലെ അത്തിമരത്തിൻ്റെ സമീപത്തുകൂടെ കടന്നു പോകുമ്പോൾ അത് സമൂലം ഉണങ്ങിപ്പോയിരിക്കുന്നതായി കണ്ടു. ആമേൻ.